തൃശൂർ എംഒ റോഡ് ജംഗ്ഷനിലെ സബ്വേയിൽ കൊലപാതകം. സംഭവത്തിൽ വലക്കാവ് സ്വദേശി ചെമ്പൻ ശരത്തിനെ പിടികൂടി. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്നാലും ഒരു കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണ് സംഭവം? എന്താണ് ഈ കൊലപാതകത്തിന് കാരണം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇന്ന് രാവിലെ 10:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. തൃശൂർ സ്വരാജ് റൗണ്ടിലുള്ള എംഒ റോഡ് ജംഗ്ഷന് തൊട്ടടുത്തുള്ള സബ്വേയിലാണ് ഈ സംഭവം, കൊലപാതകം നടക്കുന്നത്. ഈ സംഭവത്തിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള തൃശൂർ വലക്കാവ് സ്വദേശിയായിട്ടുള്ള ചെമ്പൻ ശരത്ത് എന്ന ആളാണ് ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഈ മരണപ്പെട്ട ആളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. തൃശൂർ നഗരത്തിൽ പല ഭാഗങ്ങളിലായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളാണ് കൊല്ലപ്പെട്ടത്. ഈ മരണപ്പെട്ട ആളും ഈ ശരത്തും തമ്മിൽ ഈ സബ്വേക്കുള്ളിൽ വെച്ച് വാക്കുതർക്കമുണ്ടായി ആദ്യം. പിന്നീട് അത് വലിയ മർദ്ദനത്തിലെത്തുകയായിരുന്നു. ഈ മർദ്ദനമേറ്റ ആളെ പിന്നീട് അവശനിലയിലെ ആളെ ആ സബ്വേയിൽ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആളുകളാണ് ആദ്യം കണ്ടത്. പിന്നീട് അവരൊക്കെ ചേർന്ന് ഈ മർദ്ദനമേറ്റ നിലയിലായ ആളെ ആദ്യം തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നും പരിശോധിച്ചപ്പോൾ തലയ്ക്ക് പുറകിൽ മാരകമായി മുറിവേറ്റതായി കണ്ടെത്തി, പരിക്കേറ്റതായി കണ്ടെത്തി. ഇതോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ച തിരിഞ്ഞാണ് ഈ ഇദ്ദേഹം മരണപ്പെട്ടത്. ഏകദേശം ഒരു 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളാണ്, ആ ഫോട്ടോയിൽ കാണുന്ന ആളാണ് മരണപ്പെട്ടത്. ഇദ്ദേഹത്തെ പല ഭാഗങ്ങളിൽ തൃശൂർ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായി പലരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേരോ സ്ഥലമോ മറ്റു കാര്യങ്ങളോ ഒന്നും ആർക്കും അറിയില്ല. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട ആളെ കുറിച്ച് യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. എന്തായാലും മരണപ്പെട്ട ആളെ കുറിച്ച് ആളെ തിരിച്ചറിയുന്നതിനായി കണ്ടെത്തുന്നതിനായി പോലീസും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഇയാളെ മർദ്ദിച്ച് അവശനാക്കിയ ഈ ചെമ്പൻ ശരത്ത് എന്ന് പറയുന്ന നിരവധി ക്രിമിനൽ കേസ്, വധശ്രമം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിൽ ഈ ചെമ്പൻ ശരത്ത് പ്രതിയാണ്. അദ്ദേഹമാണ് ഇപ്പൊ ഇയാളെ വയോധികനായിട്ടുള്ള ആളെ സബ്വേക്കുള്ളിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തി. എന്തായാലും അദ്ദേഹത്തെ ഈസ്റ്റ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും കൊലപാതക കേസാണ്. സ്വാഭാവികമായും ആദ്യം വധശ്രമമായിരുന്നെങ്കിൽ പിന്നീട് ആള് മരണപ്പെട്ടു. സ്വാഭാവികമായും വധശ്രമം നേരെ കൊലപാതക കേസിലേക്ക് മാറും. എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഈസ്റ്റ് പോലീസ് കടക്കും. ഒപ്പം തന്നെ മരണപ്പെട്ട ആളെ തിരിച്ചറിയാനുള്ള നടപടികളിലേക്കും ഈസ്റ്റ് പോലീസ് കടന്നിട്ടുണ്ട്. കാർത്തു, ശരി, വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.